ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷു സ്റ്റോറീസിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പം എന്നോട് രണ്ടുപേർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെയും മകൻ്റെയും വീഡിയോ ഇടാമോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലൂടെ കിടക്കാം. അപ്പോൾ എൻ്റെ പേര് മീര, എൻ്റെ മോളുടെ പേര് ഐശ്വര്യ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ പണ്ടേ എല്ലാവരോടും എനിക്ക് കുറച്ച് വാശി കൂടുതലാണ്. അതായത് ആരെങ്കിലും എന്നോട് അതൊന്ന് തുടരുത് എന്ന് പറഞ്ഞാൽ എനിക്കത് തൊട്ട് നോക്കാൻ വലിയ താല്പര്യമായിരുന്നു. അതായത് ചെയ്യരുത് എന്നുള്ള കാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല താല്പര്യമുള്ള ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ചെറുപ്പം മുതലേ അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആ തീയിലൊന്ന് തുടരുത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പോയിട്ട് തൊടും. അങ്ങനെ എൻ്റെ കൈക്ക് പൊള്ളി അടയാളം പോലും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ മകൾക്ക്, എനിക്കാകെയുള്ളത് ഒരേ ഒരു മകളായിരുന്നു. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവനൊരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ എനിക്കാകെ ഉണ്ടായിരുന്ന അവളായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛന്, അതായത് എൻ്റെ ഭർത്താവ് കിരണ്, ഇവളുടെ കാര്യത്തിൽ വലിയ ഒരു ആഡംബരായിരുന്നു. അതായത് ഞാൻ പറയുന്നവനെ അവൾക്ക് കെട്ടിക്കാൻ പാടത്തുള്ളൂ, ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം അവളുടെ ചെക്കൻ എന്ന് പറയുന്നത്, നിന്റെ ഉദ്ദേശമൊന്നും നടക്കില്ല എന്നൊക്കെ അവളുടെ അച്ഛൻ, അതായത് കിരേട്ടൻ എന്നോട് പറയും. അപ്പോൾ എനിക്ക് വാശി കയറി. എന്താണെന്ന് വെച്ചാൽ കിരണേട്ടൻ പറയുന്ന അവനെ ഒരിക്കലും കെട്ടിക്കരുത്. അതായത് എൻ്റെ വാശി എന്താണോ അത് വിജയിക്കണം. അത് എവിടെയാണെങ്കിലും, അത് എൻ്റെ മോളുടെ കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിലായാലും. കിരണേട്ടനെ പോലും എൻ്റെ വീട്ടുകാർ കൊണ്ട് കെട്ടിച്ചതല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഞാനാണ് വീട്ടുകാരോട് പറഞ്ഞത് എനിക്ക് ഇവനെ ഇഷ്ടമാണ്, അവൻ എനിക്ക് കെട്ടിച്ചു തരണമെന്ന്. എല്ലാം എൻ്റെ തീരുമാനമായിരിക്കണം, ഞാൻ എവിടെ പോയാലും എൻ്റെ. അങ്ങനെ ആ വാശിക്ക് ഞാൻ കിരണേട്ടനോട് പറഞ്ഞു, കിരണേട്ടൻ പറയുന്ന ഒരുത്തനെയും ഒരിക്കലും ഇവൾക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കില്ല, എൻ്റെ തീരുമാനം എന്താണ് അതേ നടക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കുടുംബശ്രീ പോകുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ബാലാമണി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മകന് ഇതേപോലെ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. ഈ ബാലാമണി എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമുള്ള ഒരു അയൽവാസിയായിരുന്നു എൻ്റെത്. അതായത് എനിക്ക് അവളുടെ അയൽവാസികൾക്ക് എല്ലാവർക്കും അവളെ കൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിരുന്നു. അതായത് അഥവാ ആ വീട്ടിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അയൽവാസിക്ക് കൊണ്ടു കൊടുക്കും, അതുപോലുള്ള നല്ല നല്ല സ്വഭാവം. അതായത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു അയൽവാസിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ആ സ്ത്രീയിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ മകനെ കെട്ടിക്കൂടാ എൻ്റെ മകൾക്ക്. പക്ഷെ അവളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അച്ഛൻ മാത്രം കുറച്ച് കുടിക്കുമായിരുന്നു, എന്നിട്ട് ബഹളം വെക്കും. പക്ഷെ ആ സ്ത്രീ പഞ്ചപാവായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, ഇവനാണ് എൻ്റെ മരുമകൻ എന്നുള്ള കാര്യം ഞാൻ ഉറച്ച് തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ഇത് വീട്ടിൽ വന്ന് ആദ്യം തന്നെ മകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ അമ്മയോട് പറഞ്ഞു, കുടുംബശ്രീയിലെ ബാലാമണിയുടെ മകനെ നമ്മുടെ ഐശുക്ക് ആലോചിക്കാമെന്നുള്ള കാര്യം. അമ്മ ആദ്യം തന്നെ നീ ഇതെന്ത് കൽപ്പിച്ചിട്ടാ എന്ന് എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് അവനെ ഇഷ്ടായി, അവനെ എനിക്ക് മരുമോനായിട്ട് വേണം എന്നൊരാഗ്രഹം. അപ്പൊ അമ്മ പറഞ്ഞു, നീ എടുത്തു ചാടല്ലേ, നീ എപ്പോഴും വാശി പിടിച്ചിട്ട് എവിടേക്കോ എന്തൊക്കെയോ ഫുള്ളും തകരാറാക്കി വെക്കും. അതുകൊണ്ട് ആദ്യം ചിന്തിക്കുക, എന്നിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അവനല്ലാതെ വേറെ ആരെയും ഞാൻ മരുമോനായിട്ട് സ്വീകരിക്കില്ല എന്നെനിക്ക് വാശിയായി. അങ്ങനെ അമ്മ പിന്നെ കുടുംബശ്രീയിലോട്ട് പോയി ആ സ്ത്രീയോട്, അതായത് ബാലാമണിയോട് ഐശുവിന്റെ അമ്മയായ മീര, അതായത് എനിക്ക് തന്റെ മകനെ നല്ലോണം ഇഷ്ടായി, മീരയുടെ മകൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന് അവൾ പറയുന്നു. അങ്ങനെ ഈ ബാലാമ്മ അത് അവനോടും പറഞ്ഞു, അവനും അവളെ നല്ല ഇഷ്ടായി. ഐശുവിനെ എന്ന് പറയുന്നത് ആർക്കായാലും വേഗം തന്നെ ഇഷ്ടപ്പെടും, കാരണം അവള് അത്രക്കും നല്ലൊരു സുന്ദരി കൊച്ചാണ്. അതായത് ആരുടെയും നല്ലതിലും പൊട്ടിലും ഒന്നിലും അവളില്ല. അവളായി അവളുടെ പാടായി. പഠിത്തത്തിലൊക്കെ നല്ല മിടുക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, ഞാൻ അവളെ എപ്പോഴും കാണാറുണ്ട് അമ്മ, എനിക്ക് അവളെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞ് ഇത് വിവാഹത്തിലോട്ട് വരെ എത്തി. അങ്ങനെ അവൾക്കും നല്ല സന്തോഷായി, എനിക്കും നല്ല സന്തോഷായി, കിരണേട്ടനും സന്തോഷായി. കിരണേട്ടന് ഞാൻ പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഇല്ല. അമ്മയ്ക്കും സന്തോഷായി, പാലേച്ചിക്കും സന്തോഷായി. അങ്ങനെ ആ ദിവസങ്ങളൊക്കെ ആ വീട്ടിൽ നല്ല നല്ല ദിവസമായിരുന്നു. അതായത് മറക്കാൻ പറ്റാത്ത ദിവസം, എൻ്റെ മോളുടെ കല്യാണവും
ഒക്കെ തന്നെ കിരണേട്ടനായാലും വീട്ടുകാരായാലും നാട്ടുകാരായാലും ഒക്കെ തന്നെ നല്ല കല്യാണം ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും നല്ല ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് ഞാനൊരു ഓട്ടോയിൽ വരുന്ന ടൈം ആ ഓട്ടോറിക്ഷക്കാരനോട് ഞാൻ എൻ്റെ മകന്റെയും മകളുടെയും കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സിദ്ധാർത്ഥാണ് അവന്റെ പേര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കുടുംബശ്രീയിലെ ബാലാന്റെ അവരുടെ മോനാണോ? ഞാൻ പറഞ്ഞു, അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും വിചാരിക്കരുത്, അവന് വേണ്ടാത്ത കുറെ കാര്യത്തിലും അവനെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് റിക്ഷയിൽ നിന്നും എന്തൊക്കെയോ പോലെ തോന്നി. എൻ്റെ കൈ കാലും ഒക്കെ വിറക്കാൻ തുടങ്ങി. ഇത് ഞാൻ അറിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ എൻ്റെ മകൾ ഇതറിഞ്ഞാൽ അവൾ അവിടെ കുഴഞ്ഞു വീഴും. പിന്നെ കിരണേട്ടനും അമ്മയും എൻ്റെ വാശിക്കാണ് ഞാൻ അവനെ എന്നോർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയായി. ഞാൻ ആദ്യം തന്നെ ആ റിക്ഷക്കാരനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ആ റിക്ഷയിൽ നിന്നും എൻ്റെ വീടെത്തിയിട്ട് ഇറങ്ങാൻ നേരം ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ചേട്ടാ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അപ്പൊ പറഞ്ഞു, മോളെ ഇങ്ങനെയാണ് എനിക്കറിയുന്നത്, ഇനി ഇതിലെന്തെങ്കിലും കള്ളത്തരുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും മോൾക്ക് നല്ല രീതിയിൽ അന്വേഷിക്കാമായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഞാൻ പറഞ്ഞു, ഒരു 7-8 ദിവസമേ ആയിട്ടുള്ളൂ. ആ മോളെ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, മോള് വേണമെങ്കിൽ വേറെ ആരോടെങ്കിലും അന്വേഷിച്ചു നോക്കും. ഇനി അന്വേഷിച്ചിട്ടും വലിയ കാര്യമില്ല, ഏതായാലും കെട്ടിയല്ലോ, അവരുടെ ഫസ്റ്റ് നൈറ്റും ഒക്കെ തന്നെ കഴിഞ്ഞു, ഇനി കുഞ്ഞിക്കാലും ഉണ്ടാവും, അവനല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ റിക്ഷക്കാരൻ ക്യാഷും വാങ്ങി. ഓക്കെ മോളെ, എന്നാ ഞാൻ പോന്നു. അപ്പോൾ ഞാൻ ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞയക്കുകയാണ്. പിന്നീട് എനിക്ക് എവിടേക്കോ എന്തെല്ലാം ആരോട് പറയും, ആര് കേൾക്കാൻ? എൻ്റെ വാശിയല്ലേ, ആർക്കും ഒരു ഇതുമില്ല. അതായത് മോൾക്കാണെങ്കിൽ അവന് ജീവനായിരുന്നു, അവനും അവളോട് അതേപോലെയായിരുന്നു. അതായത് നല്ലൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന് ഇങ്ങനെയും അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആ പച്ചക്കറിയും പിടിച്ച് അതും ചിന്തിച്ചുകൊണ്ട് കടലിന്റെ സൈഡിലെ ഞാൻ നടക്കുകയായിരുന്നു. ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇളം കാറ്റ് എൻ്റെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതുപോലും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഞാൻ അന്നത്തെ ദിവസം ഫുഡും ഒന്നും തന്നെ, വൈകിട്ട് ചായ കുടിക്കലെങ്കിൽ എനിക്ക് തലഭ്രാന്താവും. ഞാൻ വൈകിട്ട് ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കിവനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 8-9 മണിയാകുമ്പോൾ അവൻ വരികയാണ്. അങ്ങനെ അവൻ വന്നിട്ടാകുമ്പോൾ അവള് നല്ല എക്സൈറ്റ്മെന്റിൽ അവനെ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് വന്ന് ഓരോ തമാശകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടം. അങ്ങനെ ഞാൻ വിചാരിച്ചു, അവൾക്കൊരു പ്രശ്നമില്ല, പിന്നെ എനിക്കെന്താണ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള അവന്റെ ക്യാരക്ടർ ആയിരിക്കും, കല്യാണം കഴിച്ചതിന് ശേഷം ഇവൻ നന്നായിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ കുറച്ച് നേരെയായി. പിന്നീട് ഞാൻ ഒരാഴ്ച അവൻ്റെ നിന്ന് എനിക്ക് എന്തൊക്കെയോ മാറ്റം പോലെ. അതായത് ഫുൾ ടൈം ഫോണിലും, അവളും ഫോണിലാണ്, പക്ഷെ അവളുടെ വാട്സപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കളിക്കുകയാണ്. പക്ഷെ ഇവന് വേറെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ തന്നെ ഉണ്ടാവാൻ തുടങ്ങി. അതായത് പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തോട്ട് നിൽക്കുമ്പോൾ അവൻ വേഗം തന്നെ ഗാലറി ബാക്ക് അടിക്കുന്നതും വാട്സപ്പ് ബാക്ക് അടിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം ഇവൻ കുളിക്കാൻ പോകുന്ന ടൈം അവിടെ ഹെഡ്സെറ്റ് വെച്ച് അവൻ എന്തോ വർക്ക് ചെയ്യുമ്പോൾ, ചെവിയിൽ ആ കുന്ത്രാണ്ടം വെച്ച് അവൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവന്റെ ഫോണിന്റെ ലോക്ക് ദൂരെ നിന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ എനിക്ക് അവന്റെ ഫോണിന്റെ ലോക്ക് കിട്ടുകയാണ്. അന്ന് ഞാൻ അവന്റെ വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നു. അവൻ കുളിക്കുകയായിരുന്നു. തുറന്നപ്പോ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണീന്ന് പൊന്നീച്ച പോലും പാറി. കാരണം എൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോസും അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് എൻ്റെ മകനെ പോലെ കണ്ടിരുന്ന അവന്റെ ഗാലറിയിൽ തന്നെ ഞാൻ ടൈറ്റ് മാക്സിയിൽ ഞാൻ തേങ്ങ ചിരവുന്ന വീഡിയോസും ഒക്കെ തന്നെ അതിലുണ്ടായിരുന്നു. അതായത് അവൻ എൻ്റെ ഓരോ ഭാഗവും സൂമാക്കിയിട്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന എൻ്റെ കിളി പാറി. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ എടുത്ത് എൻ്റെ തലയിൽ പരട്ടുന്നതും അപ്പോൾ എന്തൊക്കെയോ കുലുങ്ങുന്നതൊക്കെ തന്നെ അവൻ്റെ ഫോണിൽ അവൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കിളി അങ്ങ് പറക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടപ്പോൾ പിന്നെ പറയണ്ട. അതായത് എത്ര തരം ഗേൾസാണ്. അവന് വേറെ തന്നെ സിമ്മും വേറെ തന്നെ വാട്സപ്പ് നമ്പറും ഒക്കെ തന്നെയുണ്ട്. നമ്മൾ പോലും അറിയാത്ത വിദേശത്തെ പെൺകുട്ടികളുമായിട്ടാണ് ഇവന്റെ ചാറ്റിംഗ് നടന്നത്.
ഇവനാണെങ്കിൽ കാണാൻ നല്ല ലുക്കുണ്ട്. അങ്ങനെ ആ വാട്സപ്പിൽ അവൻ എൻ്റെ നമ്പർ സേവ് ആക്കിയിട്ടുണ്ടായിരുന്നത് ചെരക്കമ്മ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും അവനോടൊരു പൂതി തോന്നും. അങ്ങനെ ഞാൻ എൻ്റെ കൺട്രോൾ പോവുകയാണ്. അവൻ്റെ പ്രൈവറ്റ് ഫോട്ടോസും ബാക്കിയുള്ള ആളെ പ്രൈവറ്റ് ഫോട്ടോസൊക്കെ അതിൽ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ ഞാൻ അവനോട് അടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ അതാകുമ്പോൾ അവന് വേറെ പെൺകുട്ടികളോട് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവന് ഞായറാഴ്ച കാണാൻ വെച്ചിട്ടുണ്ടായിരുന്ന മീറ്റിംഗ് ഒക്കെ ഞാൻ എങ്ങനെയല്ലോ മുടക്കി. അവനോട് അവൻ്റെ ഫോണിൽ കണ്ട എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ എന്നോട് ചോദിച്ചോ. എൻ്റെ മകളുടെ ലൈഫ് നീ കളയരുത്. നീ വേറെ പെണ്ണിൻ്റെയൊക്കെ പോവണ്ട. അത് എൻ്റെ മകൾ എന്തായാലും അറിയില്ല, പക്ഷെ നാട്ടുകാരൊക്കെ അറിയും. എന്നോട് ഈ റിക്ഷക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു തന്നു. അതുപോലെ ഇനി എപ്പോഴാണ് അവളുടെ ചെവിയിൽ എത്തുക എന്ന് എനിക്കറിയത്തില്ല, നിനക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ് അന്ന് രാത്രി അവൻ പറഞ്ഞു, എന്നാ എനിക്ക് ഇന്ന് രാത്രി നല്ല പൂതിയുണ്ട്, എനിക്ക് അമ്മയെ കിട്ടിയാൽ അത്ര സന്തോഷമാണ് എന്നവൻ എന്നോട് പറയുമ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കാണ്ട് അവനോട് ഓക്കെ പറയുകയാണ്. അങ്ങനെ അവന് വേറെ പെണ്ണിൻ്റെ അടുത്ത് പോവാൻ തീരുമാനിച്ച കാര്യം ഞാൻ അവന് സാധിച്ചു കൊടുക്കുകയാണ്. വെറുതെ അല്ല, അവന്റെ മനസ്സ് നിറയുന്നത് പോലെ എൻ്റെ കിരണേട്ടനെ പോലും ഞാൻ ഒരു നിമിഷം മറന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കിരണേട്ടൻ പോലും തരാത്ത അത്ര സന്തോഷം എനിക്ക് അവൻ അന്ന് രാത്രി വാരി പുതച്ചു തന്നിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിഞ്ഞിങ്ങനെ പോയി. അപ്പോൾ ഇതുപോലുള്ള കഥകളും ഇതേപോലുള്ള വീഡിയോസും കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ നമ്പർ എന്തിനാണ് ഇവിടെ വെച്ചതെന്ന്. അപ്പോൾ ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. ഫ്രീ ആയിട്ടല്ല, 500 രൂപ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഉടനെ ഞാനൊരു സ്കാനർ അയക്കുന്നതായിരിക്കും. അപ്പോൾ ആ സ്കാനറിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ എന്നെ ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിലെന്ന് പറയുന്നത് വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസുമായിട്ട് ചാറ്റിങ്, റിയൽ മീറ്റിന് എക്സ്ട്രാ മണിയാണ്. അപ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള മസാജ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളെ ഞാൻ സുഖത്തിൽ നല്ല സുഖിപ്പിച്ചിട്ട് തന്നെ ഞാൻ ഉറക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പേ ചെയ്യുക. അതായത് ക്യാഷ് 500 രൂപ പേ ചെയ്യുക. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാം. അപ്പോൾ എന്നെയും എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.